ഒരു ഡോക്ടറാകാൻ വർഷങ്ങളുടെ അധ്വാനവും പഠനവും വേണം. സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിക്കുന്ന ജോലി. എന്നാൽ സ്വന്തം ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ കണ്ണിരുട്ടലുകളെ പേടിക്കാതെ പോരാടാൻ ഇറങ്ങിത്തിരിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? തൃശൂർ ചാവക്കാട് സ്വദേശിയായ ഡോക്ടർ ആയിഷ എന്ന സ്ത്രീ ഇന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ്. വിവാഹം കഴിഞ്ഞ് കുടുംബത്തിന് വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒടുവിൽ യാതൊരു നിയമപരമായ അറിയിപ്പുമില്ലാതെ ഭർത്താവ് രണ്ടാമതും വിവാഹം ചെയ്തപ്പോൾ സ്വന്തം അവകാശങ്ങളും സ്വത്തും കുഞ്ഞിൻ്റെ ഭാവി ചെലവുകളും നിഷേധിക്കപ്പെടുമ്പോൾ ആയിഷ കരഞ്ഞു പിന്മാറാൻ തയ്യാറായില്ല. കോടതി ഉത്തരവുമായി സ്വന്തം വീട്ടിലേക്ക് കടക്കാൻ ചെന്നപ്പോൾ പൂട്ടിയിട്ട ഗേറ്റിനു മുന്നിൽ മകളെയും ചേർത്ത് പിടിച്ച് 12-ലധികം ദിവസം മഴയും വെയിലുമേറ്റ് അവർ നടത്തുന്ന രാപ്പകൽ സമരം ഒരു തെരുവ് പോരാട്ടം മാത്രമല്ല, നീതി നിഷേധിക്കപ്പെടുന്ന ഓരോ സ്ത്രീകളുടെയും ശബ്ദമാണ്. ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട 4 പ്രധാന പാഠങ്ങൾ. 1. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. പഠിപ്പും ജോലിയും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും സ്ത്രീകൾ നീതികേടുകൾ സഹിച്ച് ജീവിക്കാറുണ്ട്. എന്നാൽ അതിക്രമങ്ങളെ സഹിക്കുകയല്ല, പ്രതികരിക്കുകയാണ് വേണ്ടത് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. 2. സമൂഹത്തെ പേടിക്കേണ്ടതില്ല. ആളുകൾ എന്ത് പറയും എന്ന് കരുതി സ്വന്തം അവകാശങ്ങൾ അടിയറവ് വെക്കരുത്. നാണക്കേട് അനീതി കാണിച്ചവർക്കാണ്, അത് ചോദ്യം ചെയ്യുന്നവർക്കല്ല. 3. മക്കൾക്ക് മാതൃകയാവുക. തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനും അനീതിക്ക് മുന്നിൽ തല കുനിക്കരുതെന്ന് അവളെ പഠിപ്പിക്കാനും ഈ അമ്മ കാണിച്ച ധൈര്യം ചെറുതല്ല. 4. നിയമപരമായ അറിവ്. സ്ത്രീകൾക്ക് നിയമപരമായി എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു സാഹചര്യത്തിലും അത്യാവശ്യമാണ്. ഡോക്ടർ ആയിഷയുടെ ഈ പോരാട്ടം വെറുമൊരു കുടുംബ വഴക്കിൻ്റെ കഥയല്ല, പൊരുതി ജയിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയാണിത്. വീണു പോകുന്ന നിമിഷങ്ങളിൽ നിന്നും എങ്ങനെ തിരികെ വരണമെന്നും സ്വന്തം അവകാശങ്ങൾക്കായി എങ്ങനെ നിലകൊള്ളണമെന്നും അവൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.